ഹായ് ഗൈസ്, അപ്പോൾ എൻ്റെ മറ്റൊരു റിവ്യൂ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് റിവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജാവയുടെ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയ ഒരു ബോബർ ബൈക്കായിട്ടുള്ള പെറാക്കിൻ്റെ റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യണത്. ഞാൻ ഈ വണ്ടി ഓടിച്ചിട്ട് എനിക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ സാധാരണ ഒരു ബൈക്കിൽ നിന്ന് എൻ്റയർലി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് ഈ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു കിടിലൻ വണ്ടി തന്നെയാണ് ഇത്. ഭയങ്കര പവർഫുൾ ആണെന്ന് വേണമെങ്കിൽ പറയാം. അത്യാവശ്യം നല്ല പവറുള്ള എഞ്ചിനൊക്കെയാണ് ഇതിനുള്ളത്. അതുകൊണ്ട് ഒട്ടും വൈകാണ്ട് നമുക്ക് ഈ വണ്ടിയുടെ ഡീറ്റെയിൽ റിവ്യൂലോട്ട് കിടക്കാം. ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ലുക്സിനെ കുറിച്ച് പറയാം. ഈ വണ്ടി എന്ന് പറഞ്ഞാൽ പക്ക ഒരു റെട്രോ ലുക്ക് വരുന്ന ഒരു ബോബർ ബൈക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇതിൻ്റെ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു റോഡ് പ്രസൻസ് ഉള്ള ഒരു വണ്ടിയാണ്. മെയിൻലി ഇതിൻ്റെ ലുക്സും ഇതിൻ്റെ എക്സോസ്റ്റും ഒരു കിഡിൽ തന്നെ എക്സോസ്റ്റ് തന്നെയാണ് ഇതിൽ വന്നേക്കണത്. ഭയങ്കര ഇഷ്ടമായി. ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടി പോകുമ്പോൾ ഒരു നോക്കാത്ത ഒരു മനുഷ്യൻ പോലും ഉണ്ടാവില്ല ഇതിൻ്റെ ഒച്ച കേട്ടിട്ട്. അത്ര അധികം സൗണ്ട് നമുക്ക് ഈ വണ്ടിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ലുക്സിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് നേരെ സൗണ്ടിലോട്ട് പോയി. അപ്പോൾ ലുക്കിലോട്ട് തന്നെ തിരിച്ചു തരാം. നമുക്ക് ഫ്രണ്ടിൽ ഹലോജൻ ഹെഡ് ലാമ്പാണ് വന്നത്. അത് ജസ്റ്റ് ഓൺ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ ഉണ്ടോ കീ വരുന്നത് നമുക്ക് ഇതുണ്ട്. ഹലോജൻ ഹെഡ് ലാമ്പാണ് വന്നത്. പിന്നെ ഹലോജൻ ഇൻഡിക്കേറ്ററും വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജാവയുടെ സിമ്പിൾ വരുന്ന ഒരു ഹോണും ഇവിടെ ഇരിക്കുന്നുണ്ട്. അതും ഈ വണ്ടിയുടെ ലുക്കായിട്ട് വളരെയധികം ബന്ധമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സാധനം ഇല്ലെങ്കിൽ വേറെ എന്തോ ഒരു വേക്കൻറ്റ് സ്പേസ് പോലെ കാണാൻ സാധ്യതയുണ്ട്. പിന്നെ ഇവിടെ വയറൊക്കെ പോയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ അതൊക്കെ കാണും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഹോൺ അവിടെ ഇരിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ നമ്മുടെ സസ്പെൻഷനിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ റോയൽ എൻഫീൽഡൊക്കെ കണ്ടുവന്ന ടൈപ്പ് സസ്പെൻഷൻ പോലെയൊക്കെ തന്നെ തോന്നുന്നു. നമുക്ക് ടെലിസ്കോപ്പിക് സസ്പെൻഷൻ വന്നത്. സസ്പെൻഷനെ കുറിച്ച് ഞാൻ ഓടിക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് സസ്പെൻഷനെ കുറിച്ച്. പിന്നെ ബോബർ ബൈക്കിൻ്റെയൊക്കെ വീൽ സൈസ് നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിലത്തെ വീലിന് ഒരു ഇത്തിരി സൈസ് കൂടുതലും ബാക്കിലത്തെ വീലിന് ഒരു ഇത്തിരി സൈസ് കുറവായിരിക്കും. അപ്പോൾ ഒരു പ്രത്യേക ലുക്ക് തന്നെയാണ് വണ്ടിക്ക് വന്നത്. ആ ഒരു കാര്യം ഈ വണ്ടിയുടെ ലുക്കിൽ ഏറ്റവും അധികം ബാധിക്കുന്നുണ്ട്. ശരിക്കും ഒരു പ്രത്യേക തരം ലുക്കാണ് നമുക്ക് ആ ഒരു ടയർ സൈസിൻ്റെ വ്യത്യാസം കൊണ്ട് അറിയണത്. പിന്നെ വണ്ടിക്ക് അത്യാവശ്യം നല്ല വീൽ ബേസ് ഉണ്ട്. അത്യാവശ്യം വളരെ വീൽ ബേസ് വന്നേക്കണ ഒരു വണ്ടിയും കൂടിയാണിത്. അപ്പോൾ ടയർ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 100, 90, 18 വന്നത്. ബാക്ക് സൈഡിലാണെങ്കിൽ 140, 70, 17 നമുക്ക് വന്നത്. പിന്നെ വണ്ടിയുടെ ബ്രേക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് വരുന്നുണ്ട്. നമുക്ക് ABS ഉണ്ട്. വളരെ ബൈറ്റുള്ള ബ്രേക്കാണ്. ബാക്കിൻ്റെയും ഫ്രണ്ടിൻ്റെയും പെർഫോമൻസ് എനിക്ക് ഒരുപോലെയാണ് ഫീൽ ചെയ്ത്. വളരെ നല്ല ബ്രേക്കിംഗ് ആണ്. ഈ വണ്ടിക്ക് പറ്റിയ ബ്രേക്ക് തന്നെയാണ് നമുക്ക് വന്നേക്കണത്. അതിൻ്റെ ഭാഗത്തുനിന്ന് വേറെ ഒന്നുമില്ല. പിന്നെ നമ്മുടെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര പവറുള്ള ഒരു എഞ്ചിൻ എന്നൊക്കെ പറയാം. ശരിക്കും പറഞ്ഞാൽ ജാവയുടെ മറ്റു വണ്ടികളായിട്ടുള്ള ക്ലാസിക് അല്ലെങ്കിൽ ജാവ 42 ആയിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതിനേക്കാളും പവർ ഉണ്ട് ഈ എഞ്ചിന്. അതിനേക്കാളും പവർ കൂട്ടിയിട്ടാണ് ഈ എഞ്ചിൻ മാനുഫാക്ചർ ചെയ്തേക്കണത്. പ്ലസ് അതിൻ്റെ പവർ പോലെയല്ല ഇതിൻ്റെ പവർ ഡെലിവറി. വളരെ വളരെ പെട്ടെന്നാണ് പവർ ഡെലിവറി. നമ്മൾ കൈ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി അങ്ങോട്ട് വലിച്ചെടുത്തുകൊണ്ട് പോകും. അതുകൊണ്ട് എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് എനിക്കൊരു കുറ്റം പറയാനില്ല. നിങ്ങളൊരു 150cc ഒക്കെ ഓടിച്ചിട്ടാണ് വന്നെങ്കിലും ചെറുതായിട്ട് നിങ്ങളെ പേടിപ്പിക്കാനുള്ള പവറും കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിൽ എന്തായാലും ഉണ്ട്. പിന്നെ നമുക്ക് ഈ വണ്ടി ലിക്വിഡ് കൂൾഡ് എഞ്ചിനായിട്ടാണ് വന്നത്. അതിൻ്റെ റേഡിയേറ്റർ ഫാനൊക്കെ ഇവിടെ കാണാം. ഇതാണ് റേഡിയേറ്റർ ഫാൻ. ഞാൻ അത്യാവശ്യം സിറ്റിയിലൊക്കെ ഓടിച്ചു. ഫാൻ വർക്ക് ചെയ്തില്ല. അധികം ഹീറ്റിംഗ് ഉള്ള ഒരു എഞ്ചിനൊന്നുമല്ല. അത്യാവശ്യം സിറ്റിയിലൊക്കെ ഞാൻ ഓടിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ ഈ വണ്ടിയുടെ ഓവറോൾ ലുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലും വണ്ടിയുടെ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലും ഒരു കിഡിലൻ ഡിസൈൻ തന്നെയാണ് നമ്മുടെ ഈ വണ്ടിയിൽ വന്നത്. പിന്നെ ഈ വണ്ടിയിൽ എടുത്ത് പറയേണ്ട ഒരു പ്രത്യേകതയാണ് ഈ വണ്ടിയുടെ ബാക്ക് സൈഡിലെ വ്യൂ. നമുക്ക് സീറ്റിൽ തന്നെ ആ ടൈലാകുമ്പോൾ വന്നേക്കണം. ഈ വണ്ടിയിൽ കൂടുതൽ ഒരു ലുക്ക് കൂട്ടുന്നുണ്ട്. പിന്നെ ഈ വണ്ടിയുടെ മീറ്റർ കൺസോളിലോട്ട് പോയിക്കഴിഞ്ഞാൽ വളരെ മിനിമലായിട്ടുള്ള ഇൻഫർമേഷൻ അതിൽ വന്നിട്ടുള്ളൂ. അതിൽ ഓഡോമീറ്റർ മാത്രം നമുക്ക് ഡിജിറ്റലി കാണിക്കും. അപ്പോൾ ഒരു ബോബർ ബൈക്കായിട്ടുള്ള ജാവയുടെ ഡിസൈൻ വൈസ് നോക്കിക്കഴിഞ്ഞാലും ലുക്ക് വൈസ് നോക്കിക്കഴിഞ്ഞാലും ഒരു കിഡിലൻ ലുക്കും ഡിസൈനാണ് നമുക്ക് ജാവ പെറാക്കിൽ വന്നേക്കണത്. അതിൽ നമുക്ക് യാതൊരു ഇതൊരു കുറ്റം പറയാൻ പറ്റില്ല വണ്ടീനെ കുറിച്ച്. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ആവണമെങ്കിൽ സാധാരണ വണ്ടി ചെയ്യണ പോലെ കിൽ സ്വിച്ച് ഞെക്കി പിടിച്ച് ആക്സിലേറ്റർ തിരിച്ച് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ആവില്ല. വെറുതെ കിൽ സ്വിച്ചും ക്ലച്ചും കൂടി പിടിച്ച് കഴിഞ്ഞാൽ വണ്ടി സുഖമായിട്ട് സ്റ്റാർട്ടാവും. വളരെ ബാസിയായിട്ടുള്ളൊരു സൗണ്ടാണ്. വളരെ ലൗഡാണ്. എല്ലാവരും നോക്കി പോകുന്ന ലൗഡ്നെസ് ഈ വണ്ടിയുടെ സൗണ്ടിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. വളരെ 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 ഒച്ച കൂടിയ ഒരു സൈലൻസറാണ്. ഇതിൽ ആഫ്റ്റർ മാർക്കറ്റായിട്ട് ഇനി വേറൊരു സൈലൻസർ വെക്കേണ്ട ഒരാവശ്യമില്ല. അത്രയും ഒച്ച നമ്മുടെ ഈ വണ്ടിയുടെ ഭാഗത്തു നിന്ന് കിട്ടാണ്ട്. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. നമുക്ക് ഈ വണ്ടിയിൽ സൈഡ് സ്റ്റാൻഡ് സെൻസർ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് സ്റ്റാൻഡ് കെട്ടിയിട്ട് കയറിയിട്ട് കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആവില്ല. നമുക്ക് വാണിങ് കാര്യങ്ങളൊന്നും കാണിക്കണില്ല. ഒരു പ്രത്യേക ഫീൽ തന്നെയുണ്ട് ഈ വണ്ടി ഓടിച്ചുകൊണ്ട് പോകാനായിട്ട്. പിന്നെ ഈ വണ്ടിയുടെ ക്ലച്ച് വീലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ടൈറ്റായിട്ടുള്ള ക്ലച്ചാണ് ഇതിൽ വന്നേക്കണത്. ക്ലച്ചിൻ്റെ ലിവർ അത്യാവശ്യം നമ്മുടെ ഹാൻഡിൽ പറയുന്നത് കുറച്ച് നീങ്ങിയായിരിക്കണത്.
അതുകൊണ്ട് തന്നെ ക്ലച്ച് പിടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സിറ്റിയിലൊക്കെ കയറുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബുദ്ധിമുട്ട് നമ്മുടെ ക്ലച്ചിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നുണ്ട്. ക്ലച്ച് ടൈറ്റ് ആയതുകൊണ്ട് തന്നെ സിറ്റിയിൽ യൂസ് ചെയ്യുന്ന ടൈമിൽ വണ്ടിയുടെ ക്ലച്ചിൻ്റെ ഭാഗത്തുനിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പണി തരാൻ ചാൻസ് ഉണ്ട്. അത്യാവശ്യം ടൈറ്റ് ആയിട്ടുള്ള ക്ലച്ചാണ്, നമ്മളൊന്ന് എത്തിച്ച് പിടിക്കേണ്ടി വരും ക്ലച്ച്. ഞാൻ ജസ്റ്റ് വണ്ടിയുടെ പവർ ഒന്ന് കാണിച്ചു തരാം. വണ്ടി അത്യാവശ്യം നല്ല പവർഫുള്ളാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ബിഗിനർക്ക് ഈ വണ്ടിയിലോട്ട് കയറുമ്പോൾ വളരെയധികം പേടിക്കേണ്ടതായിട്ടുള്ള പവർ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വണ്ടിയുടെ എൻജിൻ്റെ ഭാഗത്ത് നിന്നുണ്ട്. പിന്നെ ഈ വണ്ടിയുടെ സൗണ്ട് കേട്ടില്ലേ, ഒരു കിഡിലൻ സൗണ്ടാണ്. ഈ വണ്ടിയുടെ സൗണ്ട് കാരണം അത്യാവശ്യം എല്ലാവരും തന്നെ വണ്ടിയെ നോക്കണ്ട്. ഞാൻ വീണ്ടും പറയണ കാരണം ഓരോ ആൾക്കാർ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോണ ടൈമിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. പിന്നെ വണ്ടിയുടെ വൈബ്രേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓവർ സ്പീഡിൽ പോകുമ്പോൾ അത്ര വൈബ്രേഷൻ കാര്യങ്ങളൊന്നുമില്ല. വൈബ്രേഷൻ ഇല്ലാന്ന് തന്നെ നമുക്ക് തോന്നിപ്പോവും. ആകെ നമുക്കൊരു ഹാൻഡിൽ ബാർ മാത്രം പിടിക്കുക വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യണുള്ളൂ. പക്ഷേ നമ്മളൊരു 100 അല്ലെങ്കിൽ ഒരു 80 പിടിക്കുന്ന ടൈമിൽ ഹാൻഡിൽ ബാറൊക്കെ നല്ല രീതിയിൽ തന്നെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫുഡ് റെസ്റ്റിൻ്റെ ഭാഗത്ത് നമുക്ക് വൈബ്രേഷൻ തോന്നുന്നുണ്ട്. പിന്നെ ടാങ്കിൻ്റെ ഭാഗത്തൊന്നും കിട്ടുന്നുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് അത്യാവശ്യം വൈബ്രേഷൻ ഉണ്ട്. പക്ഷേ ഒരു 60യുടെ താഴെ പോകുമ്പോൾ ഒരു 70 എത്തണ്ട, അതിനു മുമ്പ് തന്നെ വൈബ്രേഷൻ തുടങ്ങും. 60യുടെ താഴെ പോകുമ്പോൾ ഒട്ടും വൈബ്രേഷൻ ഇല്ല, നമുക്ക് കൂളായിട്ട് ഓടിച്ചുകൊണ്ട് പോകാം. പിന്നെ വണ്ടിയുടെ മിറേഴ്സൊക്കെ അത്യാവശ്യം വിസിബിലിറ്റി തന്നെയുണ്ട്. ഒരു ചെറിയ മിററാണ് വന്നേക്കണമെങ്കിലും അത്യാവശ്യം നല്ല വിസിബിലിറ്റി നമ്മുടെ മിററിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നുണ്ട്. കൈ ഉടക്കി പോണ പ്രശ്നങ്ങളൊന്നും ഈ മിററിനില്ല. കാരണം നമ്മുടെ ഹാൻഡിൽ ബാറിൽ തന്നെയാണ് മിറർ വന്നേക്കണോണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമുക്ക് ഈ മിററിൻ്റെ ഭാഗത്തില്ല. പിന്നെ വണ്ടിയുടെ ഫ്രണ്ട് സസ്പെൻഷനെ കുറിച്ച് ഞാൻ പറയാമെന്ന് പറഞ്ഞ് വേറെ ഒന്നുമല്ല, അത്യാവശ്യം നല്ല ഹാർഡായിട്ടുള്ള സസ്പെൻഷനാണ്. ഓരോ കുഴി വരെയും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഫ്രണ്ട് സസ്പെൻഷൻ്റെ ഭാഗത്തുനിന്ന്. ഇത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഓരോ കട്ടറേയും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഹാർഡായിട്ടുള്ള സസ്പെൻഷനാണ് ഈ വണ്ടിയിൽ വന്നേക്കണത്. എന്ന് നിങ്ങൾക്ക് ചോദിക്കാം എന്തുകൊണ്ട് ഈ വണ്ടിയിൽ ബാക്ക് സീറ്റ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തില്ല. കാരണം അതങ്ങനെ പ്രൊവൈഡ് ചെയ്യാത്ത കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി ഒരു ബോബർ സെഗ്മെൻറ്റിൽ തന്നെ വണ്ടിയാണ്. ബോബർ സെഗ്മെൻറ്റിൽ തന്നെ വണ്ടികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഓടാനുള്ള മിനിമലായിട്ടുള്ള പാർട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ജസ്റ്റ് ഒരാൾക്ക് ഓടിച്ചുകൊണ്ട് നടക്കാനുള്ള പാർട്സ് കാര്യങ്ങളൊക്കെ ഈ ബോബർ വെഹിക്കിലൊക്കെ വരുള്ളൂ. പിന്നെ ഇതല്ലാണ്ട് വേറൊരു ബോബർ വെഹിക്കിൾ നോക്കണമെങ്കിൽ നിങ്ങൾക്ക് ഹാർലി ഡേവിഡ്സൻ്റെ വണ്ടിയൊക്കെ നോക്കേണ്ടി വരും. അതാണ് അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള വണ്ടിയാണ്. ഈ വണ്ടിയുടെ പ്രൈസ് വരുന്നത് നമുക്ക് 2,35,000 രൂപയാണ് ഈ വണ്ടിയുടെ പ്രൈസ് റേഞ്ച്, ഓൺ റോഡ് പ്രൈസ് വരുന്നത്. പിന്നെ സർവീസ് ഇൻ്റർവൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സർവീസ് നമുക്ക് ഒരു മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 1000 കിലോമീറ്ററിലാണ് നമുക്ക് ഫസ്റ്റ് സർവീസ് വരുന്നത്. പിന്നെ നമുക്ക് ഓരോ 6000 കിലോമീറ്ററിൽ അല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോൾ നമുക്ക് ഓഡിക് സർവീസ് നമുക്ക് ഉണ്ട്. സർവീസ് കോസ്റ്റ് നമുക്ക് അറൗണ്ട് 1,800 ഒക്കെ വന്നോളൂ. എന്തായാലും 2Kയുടെ മുകളിലോട്ട് സർവീസ് കോസ്റ്റ് പോകാൻ ചാൻസ് ഇല്ല. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ് ഈ വണ്ടിയുടെ ഗിയർ ബോക്സ്. അത്യാവശ്യം ക്രിസ്പായിട്ടുള്ള ഗിയർ ബോക്സ് കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഈ വണ്ടിയിൽ വന്നേക്കണത്. അപ്പോൾ നമുക്ക് ഇനി നോക്കാം ഈ വണ്ടി ആരൊക്കെ നോക്കണമെന്ന്. നിങ്ങൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണ്, നിങ്ങൾക്ക് സോളോ റൈഡൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട്, സിറ്റിയിലൊക്കെ നല്ല രീതിയിൽ തന്നെ ഓടിച്ചുകൊണ്ട് നടക്കണം, നല്ല റോഡ് പ്രസൻസ് ഉള്ളൊരു വണ്ടിയാണ്, വളരെ വ്യത്യസ്തമായിട്ടുള്ള ലുക്കൊക്കെ ഉള്ള ഒരു വണ്ടിയാണോ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പറ്റിയൊരു വണ്ടിയാണ് നിങ്ങൾക്ക്. പിന്നെ ലവർ ഭാര്യമാരുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഭാര്യമാരൊക്കെ പറ്റിച്ച് നമുക്ക് പതിയെ ബാക്ക് സീറ്റൊക്കെ വെക്കാൻ പറ്റണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 8ൻ്റെ പണി കിട്ടും. ഭാര്യ നിങ്ങളുടെ കാൽമ പിടിച്ച് നിലത്തിട്ടടിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ ജാവയുടെ ഷോറൂമിൽ നിന്ന് നമുക്ക് ബാക്കിൽ സീറ്റ് അവർ വെച്ച് തരില്ല, നമ്മൾ ആഫ്റ്റർ മാർക്കറ്റായിട്ട് ചെയ്യണം. അങ്ങനെ ചെയ്യണ ടൈമിൽ നിങ്ങൾക്ക് RC ബുക്കിലും കൂടി മാറ്റേണ്ടി വരും. RC ബുക്കിൽ നമുക്ക് സിംഗിൾ സീറ്റ് ആയിരിക്കും കിടക്കണത്, അത് ഡബിൾ സീറ്റാക്കി മാറ്റേണ്ടി വരും. അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. പിന്നെ എനിക്ക് തോന്നിയ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിക്ക് ഓൾറെഡി ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ്. അപ്പോൾ പുറകിലൊരു സീറ്റ് വെച്ച് ഒരാളും കൂടി കയറുന്ന ടൈമിൽ ചിലപ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസിന് ബാധിക്കാൻ സാധ്യതയുണ്ട്. അതും കൂടി നിങ്ങൾ ഒന്ന് മൈൻഡിൽ വെച്ചേക്കാം. എന്തായാലും ഒരു 50 കിലോ എന്തായാലും കൂടുമല്ലോ ബാക്കിലൊരു സീറ്റും ഒരാളും കൂടി ഒന്ന് കഴിയുമ്പോൾ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് പറഞ്ഞ് വണ്ടിയുടെ അടി തട്ടാൻ സാധ്യത ഇത്തിരി കൂടുതലാണ്, അത്യാവശ്യം വലിയ ഹമ്പൊക്കെ ചാടുമ്പോൾ. പിന്നെ അത്യാവശ്യം നല്ല ഫണ്ണാണ് കേട്ടോ ഈ സിറ്റിയിൽ ഓടിച്ചുകൊണ്ട് നടക്കാൻ. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. റൂമിലോട്ട് തിരിച്ചു കൊടുക്കാനേ മനസ്സ് തന്നില്ല. ഒരു സോളോ റൈഡിനൊക്കെ പറ്റിയൊരു വണ്ടിയാണ് ശരിക്കും. ഈ വണ്ടിയിലൊക്കെ ഒരു ട്രിപ്പ് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു വൈബായിരിക്കും. പിന്നെ ടൂർ ചെയ്യുന്ന ടൈമിൽ സ്റ്റോറേജ് സ്പേസ് ഒന്നും വരാത്തതുകൊണ്ട് തന്നെ നിങ്ങൾ ബാഗിൽ തന്നെ എല്ലാ സാധനങ്ങളും കൊണ്ടുപോകേണ്ടി വരും. ഞാൻ പറഞ്ഞ ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഒഴിച്ചെടുത്തി കഴിഞ്ഞാൽ വണ്ടി കിടിലൻ വണ്ടിയാണ്. ഈ ഒരു മീറ്റർ കൺസോളിൻ്റെ ഭാഗത്തൊരു ചെറിയ അപ്ഡേഷൻ കൊണ്ടുവന്ന് ഇത്തിരി കാണാൻ പറ്റുന്ന രീതിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത്ര നല്ലതാണ്. കാരണം ഈ 40 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കാണുന്നത് 120 ആണ്. അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ ഓഡോമീറ്ററാണ് കാണിക്കണത്. പിന്നെ ഓഡോമീറ്റർ അത്യാവശ്യം വിസിബിലിറ്റി തന്നെ ഉണ്ട്. സാധാരണ ഒരു LCD ഡിസ്പ്ലേ വന്നേക്കണത്, നെഗറ്റീവ് ഡിസ്പ്ലേ അതിലൊന്നുമില്ല.
ചെറിയൊരു ഡിസ്പ്ലേ വന്നേക്കണത്. മിനിമലായിട്ടുള്ള ഇൻഫർമേഷൻ അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ചെറിയ ചെറിയ വാർണിങ്സ് കാര്യങ്ങളൊക്കെയാണ് വന്നേക്കണത്. ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടി ഓടിക്കുന്ന ടൈമിൽ എവിടെ നിന്ന് ഒരു മോജോ ടച്ചൊക്കെ വരുന്നുണ്ട് കേട്ടോ. മോജോ ഓടിക്കുന്ന ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ വണ്ടിയുടെ ബുക്കിംഗ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും സംശയവും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ ഈ വണ്ടിയുടെ എടപ്പള്ളി ഷോറൂമിലെ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ വിളിച്ച് അന്വേഷിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ജാവ പെറാക്കിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയവും കാര്യങ്ങൾ ഈ വണ്ടിനെ കുറിച്ചുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.